മീനുണ്ട്. ഇന്ന് ഫുള്ള് ഇവിടെ കണ്ടം പറ്റിച്ചുള്ളു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ചുണ്ടക്കാൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഈ സ്നേക്ക് ഹെഡ് ഫിഷിങ് തന്നെ, അതിൻ്റെ അകത്ത് വരാലിനെ പിടിക്കുന്ന വീഡിയോ തന്നെയാണ് കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഇറങ്ങും പോകുന്ന വെച്ചാൽ സമയമില്ല, ഭയങ്കര തിരക്കായി. ഇപ്പോൾ ജോലിക്കാർ ഭയങ്കര തിരക്കാണ്. കടലിലെ വലിപ്പം നേരത്തെ നമ്മൾ മിക്കപ്പോഴും കടലിലും കായലിലും ഒക്കെ ചൂണ്ടിടാൻ പോയിരുന്നു. അപ്പോൾ അതിനൊന്നും സമയമില്ല. അപ്പോൾ കുറച്ച് സമയത്ത് നമുക്ക് വീടിൻ്റെ പരിസരങ്ങളിലുള്ള കണ്ടത്തിലൊക്കെ പോയിടാം. അതുകൊണ്ട് വരാലെ പിടിക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ. ഇത്തോടെ നമ്മൾ നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു അടിപ്പൻ 2 ഫ്ലോ ആണ് കേട്ടോ. ഇന്തോനേഷ്യൻ ഹാൻഡ് മെയ്ഡ് ഫ്ലോ ആയിട്ടുള്ള ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2 അടിപ്പൻ ഫ്ലോ ആണ്. ഇതിൻ്റെ ഷേപ്പൊക്കെ ഗ്ലാസ് ഫിഷിൽ വളരെ കോമൺ ഷേപ്പാണ്, വളരെ എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റബ്ബർ ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ്. ഷേപ്പ് കോമൺ ആണെന്ന് പറഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലോ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഹുക്കും റബ്ബറും എല്ലാം പക്ക ഇതാണ്. സൂപ്പറായിട്ട് വലിക്കുക, ഒരു കുഴപ്പമില്ല. നല്ലപോലെ നല്ല ന്യായം മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ. പിന്നെ കോമ്പാക്റ്റ് സൈസാണ്. വരാലും അടിക്കും, ചെറുമീനും ഒരുപോലെ അടിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഡ്യുവൽ സ്പിന്നർ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബാക്കിയെല്ലാം റബ്ബർ ക്വാളിറ്റി ഹുക്കും എല്ലാം പക്ക ഒന്നും പറയാനുള്ള ഗ്യാരൻറ്റീഡ് സാധനമാണ് കേട്ടോ. ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ്. അപ്പോൾ ഇത് വെച്ചുള്ളൊരു അടിപൊളി ഫിഷിംഗ് കേട്ടോ. നേരെ പോയി കാണാം. അപ്പോൾ നമ്മളെ സ്പോട്ടിൽ ഇങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. വെള്ളം നല്ല സൂപ്പറായിട്ട് കലങ്ങി കിടപ്പുണ്ട്. എന്നാലും ഒന്ന് എറിഞ്ഞു നോക്കാം. ശരി വരാലോ. നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റിലൊരു മീൻ കയറിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു നാടൻ മരം കേട്ടോ. ഉണ്ടല്ലോ നമ്മുടെ ഫ്രോഗ് ഉണ്ടല്ലോ, കിടിലൻ സാധനം കേട്ടോ. ഇങ്ങനെ തിരിച്ച് വിട്ടാൽ കണ്ട് തിരിച്ചെറിയ വരല്ല. ഇതിൽ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. ഉണ്ടല്ലോ ഹുക്കപ്പൊക്കെ നല്ല കിടിലനാണ് കേട്ടോ. ഉണ്ടല്ലോ ഫിഷോൺ അടുത്തത്. ചപ്പിനകത്ത് കയറി പോയെന്ന് തോന്നുന്നു. ചേടാ അത്യാവശ്യം നല്ല വരാല കേട്ടാ. ചപ്പിനകത്ത് കയറി, പക്ഷെ പോയോന്നറിയത്തില്ല. ചേട്ടാ നമുക്ക് ബുള്ളറ്റ് വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ടോ? പക്ഷേ മീനുണ്ടോ? മീനുണ്ടോ? മീനാണോ അതോ കോളയാണോ? മീനുണ്ട്. വരാലാണോ ചെറുമീനാണോ അറിയത്തില്ല. ഓക്കെ, എന്നാണ് വരാലാണോ? വാടാ മോനെ, എല്ലാ സാധനമാണ് നോക്കി. നല്ല ചിവിട്ട വരാല്. എൻ്റെ പോനെ നീളയില്ല കേട്ടോ, കുറുകിയ നല്ല ഉരുണ്ട വരാല്. ഫ്രോഗ് മുഴുവൻ എടുത്തടാ. ഉണ്ടോ നല്ല വളർത്താ കേട്ടോ. അതെ നമ്മളത് വാർത്തായിരിക്കും. ഒട്ടിക്ക് നല്ല തക്കുടുമുണ്ടും വരാല് കേട്ടോ. ഇത് ഉരുണ്ടിരിക്കുന്നല്ലേ, അടിപൊളി. നമ്മുടെ ബുള്ളറ്റ് അടിച്ച് ഉള്ളെടുത്ത് കേട്ടാ. ഇരിക്കുന്നുണ്ടോ ബുള്ളറ്റ്? ഇരിക്കുന്നുണ്ടോ? യെസ് ഗായ്സ്, ബുള്ളറ്റ് പോലെ തന്നെ തുളഞ്ഞ് കയറി കേട്ടോ. എൻ്റെ വായിക്കകത്തോട്ട് അട്ടിപ്പനൊരു ചെതറം വരാല്. ഒന്നും പറയാനില്ല, അജ്ജാതി സൈസ്. വരാല, ചെറിയ വരാല. വരാല് യെസ്.
നമ്മുടെ ബുള്ളറ്റിലടുത്ത മീൻ. റിലീസ് സൈസ് ആട്ടോ, ചെറുതാ, കിടിലം ഹുക്കപ്പായിട്ടുണ്ട് കേട്ടോ. എന്നാ ഉണ്ടെന്ന് ഈ വരാലിനെ കണ്ടു, എന്നാ ഉണ്ടെന്ന് നോക്കി. ആദ്യം ഇച്ചിരി ഉള്ളു, അവനെ എടുക്കുക. ഫ്രോഗ് ഉണ്ട്, അവൻ്റെ വായേക്കാളും വലിയ ഫ്രോഗാണ്. എന്താന്ന് നോക്കിയതേ, എന്തൊക്കെ കാണണം. അഗൈൻ ഗൈസ്, ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ്. ഡാമേജ് നമ്മൾ വരുത്തിയില്ല, അവനെ നമ്മൾ അവൻ്റെ തട്ടകത്തിലേക്ക് തന്നെ. ആ ജീറ്റി നൈസൊരു വരാല്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരു അടിപ്പൻ ഒരു വരാലിനെ കിട്ടി കേട്ടോ. ഈ നമ്മുടെ ഫ്രോഗ് ഉണ്ടല്ലോ, ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രോഗാണ് കേട്ടോ. ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് മാർക്കറ്റിലോട്ട് വന്നിട്ടേ ഉള്ളൂ. ബുള്ളറ്റ് പോലെ തന്നെ ഇതൊക്കെ തുളഞ്ഞ് കയറിയിരിക്കുന്നുണ്ടോ, അടിപ്പനല്ലേ. നല്ല ഹുക്കപ്പും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. നല്ലൊരു മിട്ട വരാൽ കണ്ടോ. ഒരു മാറ്റിയിട്ട് നമുക്ക് വീണ്ടും കാസ്റ്റിംഗ്. ഇവിടെ ഇഷ്ടം പോലെ കൊക്ക് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അധികം അടച്ച് നോക്കാം. എല്ലാവരും കൂട്ടത്തോടെ പറക്കുന്നതാണ്, നല്ല രസമായിരിക്കും. എന്താ കണ്ടെത്തിയിരിക്കുന്നുണ്ട് ഫുള്ള്. കിളി കേട്ടോ. ഇന്ന് ഫുള്ള് ഇവിടെ കണ്ടം പറ്റിച്ചേ ഉള്ളു. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടം പോലെ പൊടിമീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവന്മാരെ തിന്നാൻ വന്നതാണ് ഈ ഫുള്ള് കിളികൾ. കണ്ടാ നല്ല രസമില്ല കാണാൻ. മരെല്ലാം അപ്പുറത്ത് ചാലിപ്പോയി കയറും കേട്ടോ. ഇവിടെ മീൻ ഓടിപ്പോയി കേട്ടോ. ഓ, ചിലപ്പോൾ തിലോപ്പിയ അങ്ങനത്തെ മീനൊക്കെ ആയിരിക്കും കേട്ടോ. മീൻ അടുത്ത് വരുമ്പോൾ മരം ഓടിപ്പോകുന്നുണ്ട് ചില സ്ഥലത്തുനിന്ന്. മരം എന്തായാലും അടിക്കത്തില്ലല്ലോ. അടിച്ചു നോക്കാം. ഫിഷാണ്. ഓ, ക്ലോസ് റേഞ്ച് അടിയാണ് കേട്ടോ. വീണ്ടും നമ്മുടെ ബോൾട്ട് കേട്ടോ. ബോട്ടല്ല, ബുള്ളറ്റ്. നൈസ്. സമയക്കുറവ് കാരണം നമ്മൾ കണ്ടല്ല. നൈസ് നാടൻ ഇടുക്കാച്ച് ഉക്കപ്പന്ന് കേട്ടോ. അന്യായ ഉക്കപ്പ. പോരെ. Fish on. ചെറിയ വരാലാട്ടോ, നാടൻ വരാല്. ബോൾട്ടിലാട്ടോ അടിച്ചേക്കുന്നത്. കടിച്ചു പിടിക്കില്ല ഒരു കൂട കണ്ടല്ലോ. എടുക്കാൻ വേണമെങ്കിൽ എന്തായാലും പോട്ടെ. ഇത് വലുതായിട്ട് വരാനുള്ള അല്ലേ, എല്ലാം വലുത് കിട്ടുമെന്ന് നോക്കാം. നൈസ് ഫോളോ വന്ന. Fish on. അൺഎക്സ്പെക്റ്റഡ്. കേസ് നമ്മുടെ ബോൾട്ടിൽ ഒരു നൈസ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. നല്ലൊരു നാടൻ വരാൽ. കൊള്ളാം. നൈസ് നാടൻ വരാൽ കേട്ടോ. നല്ലോണം തീറ്റ എടുത്തിട്ടുണ്ട്.
അല്ലെങ്കിൽ ഊരിടാം, സമയം വളരെ കുറവാണ്. ഓ ഓ ഓ ഓ ഫിഷ് ഓൺ ഗൈസ്. ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റിലൊരു മീൻ അടിച്ചു കേട്ടോ. നല്ല അത്യാവശ്യം നൈസ് മീനാന്ന് തോന്നുന്നു. കൊള്ളാം ഇവിടെ നല്ല മീനാ, അടിപൊളി. അങ്ങനെ മീനോടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് നമ്മൾ പുല്ലയിൽ എറിഞ്ഞ് ഇറക്കി വരും അടിച്ച്. ആ കൊള്ളാം. ഓ മുമ്പ് നല്ല നൈസിൽ വെള്ളം വരാല് കേട്ടോ. കിടക്കുന്നുണ്ടോ നമ്മുടെ ബുള്ളറ്റ് കേട്ടോ. അതാ ഇരിക്കുന്നുണ്ടോ അല്ല ബുള്ളറ്റ്. നല്ല കിടിലും മുക്കപ്പും കാര്യങ്ങളും കേട്ടോ. അത്യാവശ്യം നല്ല സൂപ്പർ നാടൻ മരമല്ല കേട്ടോ. നല്ല തെളിഞ്ഞ് വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ, നല്ല വെളുത്തിരിക്കുന്ന ഒരാൾ. എന്തായാലും നമുക്ക് ഒട്ടും സമയമില്ലാണ് ഊരിയിട്ടേക്കാം നമ്മുടെ ബുള്ളറ്റ്. കറക്റ്റ് മീൻ വെട്ടിയെടുത്ത് തന്നെ കേട്ടോ ചെന്ന് വീണ. കുറച്ചുകൂടെ അങ്ങോട്ട് മാറി വീഴുകയാണെങ്കിൽ ചിലപ്പോൾ അടി കിട്ടിയാൽ ഓടിപ്പോകുന്നു മീനൊക്കെ. ഇവിടെ തീരെ പൊക്കക്കുറവാണ് കേട്ടോ. അത് മീനൊക്കെ എപ്പോൾ വേണമെന്ന് അടിക്കാം. ചിലപ്പോൾ മീനിൻ്റെ മേളിൽ ചെന്ന് വീഴാം. മീൻ പേടിച്ച് ഓടിപ്പോവുകയൊക്കെ ചെയ്യാൻ പെട്ടെന്ന്. ഇവിടെ കിളി ഇരിപ്പുണ്ടായിരുന്നു. ഫിഷ് ഓൺ. കൊള്ളാം. യെസ്. നേരത്തെ മീൻ വെള്ളം എടുത്ത് കിടത്തുന്ന കേട്ടോ. ഇത് മോശമല്ലാത്ത വരാലെന്ന് കേട്ടോ. കൊള്ളാം. പൊളി. നൈസ് നൈസ് നൈസ്. അമ്പാടാ എല്ലാം നൈസ് കിടിലൻ നാടനാ കേട്ടോ. ഉണ്ടോ നേരത്തെ അടിച്ചത് തൊട്ടിപ്പുറം നേട്ടാ കിട്ടിയേ. ഏടാ മോനെ നല്ല ഇരിപ്പുണ്ടല്ലോ നമ്മുടെ ബുള്ളറ്റ്. ഏടാ പൊളി. എന്തല്ലേ രസം. എല്ലാം കുവനെ ഊരിടാം കേട്ടോ. സമയം വളരെ കുറവാണ്. കിളികളെല്ലാം അത്യാവശ്യം ചേക്കാറാന്ന് തുടങ്ങി കേട്ടോ.